എന്താണ് കുട്ടികളില്ലാത്തത്? ഞാൻ വിചാരിച്ചു എന്താണ് ഈ ക്വസ്റ്റ്യൻ വരാത്തത്, എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ എന്തൊരു 10 രൂപ വരുന്നു. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മള് ഇന്നലെ അതിനു മുമ്പ് 2 ദിവസം മുന്നേ ഒരു ക്യൂആൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന് സൺഡേ നൈറ്റ് ഒരു 8 PM പോസ്റ്റ് ചെയ്യുന്നായിരുന്നു. പക്ഷെങ്കിൽ ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് വൺ ഞങ്ങൾ സോറി പറയുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്. അപ്പൊ നമുക്ക് ഇന്ന് എന്താക്കാം, അതിന്റെ ഉത്തരങ്ങൾ തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ അല്ലേ? എന്താന്ന് വെച്ചാല് ഓട്ടോ ഒന്ന് പോക്കോട്ടെ. അല്ലെങ്കിൽ ഒന്നാമത് നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാക്സിമം സൗണ്ട് എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണ് നമ്മൾ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഉള്ള സൗണ്ടിൽ നമ്മൾ സംസാരിക്കാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം മൈക്കൊക്കെ ഒന്ന് വാങ്ങാൻ സെറ്റ് ചെയ്യാൻ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എത്ര ഇയർ ആയി കല്യാണം കഴിഞ്ഞിട്ടെന്ന്? സിമ്പിൾ, 3 വർഷം ആവാനായി. ഇപ്പല്ല, ഈ ഒക്ടോബർ ഒരു 4 മാസം കൂടെ കഴിഞ്ഞാൽ 4-5 അല്ലേ മാസം കഴിഞ്ഞാല് നമ്മൾ 3 വർഷമായി ഗൈസ്. 3 വർഷമായി. സമയവും വർഷം ചിലര് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാന്നൊക്കെ. 3 വർഷം പെട്ടെന്നല്ലേ വർഷങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത്. വയസ്സും പെട്ടെന്നാ പോകുന്നത്. പിന്നെ ഇല്ലല്ലോ, നീ ഇത് കല്യാണം കഴിഞ്ഞ് മാത്രം. ശരി. പിന്നെ ജെറിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ആരാണ് ജെറി? ജെറി എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു 3 വർഷമായി ഞാൻ ജെറിയും നല്ല കൂട്ടുകാരായിട്ട്. പിന്നെ എന്താ അവളെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞ വിശ്വാസം. എനിക്ക് അത്ര ആളുകളുള്ള വിശ്വാസം, ട്രസ്റ്റ്. എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന 2 പേരിൽ ഒരാളാണ് ജെറി. ഒന്ന് നിതിൻ കിണ്ണൻ, അതെൻ്റെ കൂട്ടുകാരൻ. രണ്ടാമത് ജെറിയാണ്. എനിക്ക് വിശ്വാസം കാരണം പിന്നെ ഞാൻ എപ്പം താഴ്ന്നും എവിടെ പോയാലും അവളെൻ്റെ കൂടെ ഉണ്ടാവും. ഒരു നല്ല ഒരു ചിലവരുണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ താഴ്ന്നൊക്കെ പോയാൽ ഇട്ടിട്ട് പോകുന്ന ഒരു ടീമൊക്കെ ഇല്ലേ. പക്ഷേ ജെറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. എൻ്റെ ഉയർച്ചയിലും എൻ്റെ താഴ്ചയിലും അവളെൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനെ വലിയ കിട്ടില്ല. കാരണം ഈ ഇപ്പോഴത്തെ ഒരു കാലത്ത് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണം എന്നൊക്കെ വെച്ചാൽ വമ്പ റിസ്ക്കുള്ള കേസാണ്. ഒന്നാമത് ഇതിൽ ഓൺലൈനും കൂടി ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം. അതാണ് ജെറി. ട്രസ്റ്റ്. ഞാൻ ജെറിന് അത് മാത്രം ട്രസ്റ്റ്, എൻ്റെ വിശ്വാസം. അത്രയ്ക്കും ഇഷ്ടമായ കാര്യമാണ് എനിക്ക് അവളെ. പിന്നെ അമ്പു ചോദിച്ചേക്കണം. അമ്പു ഇസ് മൈ ബ്രദർ. കൂടുതലൊന്നും പറയാനില്ല, ബ്രദർ. പിന്നെ നീ പറഞ്ഞോ, എൻ്റെ ബ്രദർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങള് ഒരേ ഏജ്, ഒരേ ഡേറ്റ്, ഞങ്ങൾ അങ്ങനെ എന്തോ ഒരിതാണ്. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനങ്ങനെ തന്നെ, വെറും പഞ്ചപാവം, ഒരു നിഷ്കളങ്കൻ എന്ന് വേണം അമ്പുവിനെ കുറിച്ച് പറയാൻ. കുറെ വർഷമായിട്ട് അറിയാം, പക്ഷെ അത്ര കണക്ഷൻ ഒന്നും വന്നില്ല. ടിക്ടോക്കിന്റെ ടൈം തൊട്ട് അറിയാം ഞങ്ങൾക്ക്. പക്ഷേ അന്നൊന്നും അത്ര കണക്ഷൻ ഇല്ലായിരുന്നു. ഇവിടേക്ക് താമസം മാറി വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അങ്ങനെ കണക്ഷനായി. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങള് എല്ലാം ഒരേപോലെ തന്നെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഒരേ ഡേറ്റിൽ ഞങ്ങൾ ഒരേ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെയാ. നാളെല്ലാം ഒരേപോലെ. അതുപോലെ ഒരു ഭയങ്കര ഒരു ബ്രദർ, ആ ഒരു കണക്ഷൻ പോലെ. കുട്ടി ചോദിച്ചു ഗീവ് അവേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗീവ് അവേ നമുക്ക് എന്തെങ്കിലും വന്നാലേ ചെയ്യും. നമുക്ക് ആ ഒരു ഗീവ് അവേ വന്നിട്ടുണ്ട്, ഒരു ക്യൂടെക്കിന്റെ. അത് നമ്മൾ ചെയ്തു. ഇനി വന്നാൽ നമ്മൾ ചെയ്യും. അങ്ങനെ സ്പോൺസർ ആരെങ്കിലും ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാണ്ട് നമ്മളായിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക അല്ലേ? യെസ്, അത് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കണം. നിങ്ങളിപ്പോൾ എവിടാ താമസിക്കുന്നത്? ഞങ്ങളിപ്പം താമസിക്കുന്നത് വയനാട്. വയനാട് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഓരോ സ്ഥലങ്ങളുണ്ട്, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. വയനാട് മാനന്തവാടി പോകുന്ന റൂട്ട് ആറുവാൾ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്. ശ്രുതി മിന്നു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ 2 പേരുടെയും പേരെന്താണെന്നാണ്. അതെന്തറിയാ, കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അറിയില്ല. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും പുതിയതായിട്ട് സബ് ചെയ്ത് വന്നവർക്ക് അറിയില്ല. എൻ്റെ പേര് ദിവ്യ. എൻ്റെ പേര് ദിൽബിൻ. അങ്ങനെയാണ്. പെട്ടെന്ന് എല്ലാവരും ഈ പേര് കേൾക്കുമ്പോൾ വിചാരിക്കാൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ബ്രദർ സിസ്റ്റർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തോ കിട്ടിയാലും കിട്ടിയോട്ടോ, കണ്ട ഹൈറ്റും വെയിറ്റും തോന്നാത്തോണ്ട് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഏജ് അത് എപ്പോഴും നമ്മൾ ലൈവ് വരുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മാട്ടി ഏജ് പറഞ്ഞു സത്യം എപ്പോൾ ചോദിച്ചാൽ എന്നോട് ഏജ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. എനിക്ക് നെക്സ്റ്റ് മന്ത് ജൂൺ ആകുമ്പോൾ എനിക്ക് 22 ഏജ്. എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. കണ്ടാ പറയത്തില്ല. ഈ നവംബറിൽ കണ്ടാ പറയാ. നവംബറിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പത്തെ വയസ്സ് 26. എന്തിനാ അതൊക്കെ അതിന്റെ ആവശ്യമില്ല, വെറുതെ ആട്ടോ. ഇപ്പത്തെ വയസ്സെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിരുന്നത്? ഞാനോ? അല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ മേ ബി വഴക്കിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യാൻ ചെല്ലുന്നത്? അതും ഞാൻ തന്നെ തോന്നുന്നു.
സോൾവ് ചെയ്യുന്ന ആരാ? solve ചെയ്ത് സോൾവ് ചെയ്യുന്ന ഞാന്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ 14/6/2003. എന്റെ 20/11/98. ആ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു 2023 ജൂൺ 10. അതാണ് കാരണം ഒന്നും ഞാൻ പറഞ്ഞില്ല. ആ ഡേറ്റാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. കുറച്ചൊരു മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ വീട്ടുകാർ പോയില്ലേ, വീട്ടിലേക്ക് തിരിച്ചു പോകും. നമ്മളെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല, സന്തോഷമാണ് സങ്കടമാണ്, പെട്ടെന്ന് അറിയില്ല. ഒരിടത്തേക്ക് വന്നിട്ട് എല്ലാവരും അറിയുന്നതാണ്, എന്നാലും പെട്ടെന്ന് നമുക്കൊന്ന് ഓരോ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീൽ ആവും. അതൊരു ഭയങ്കര അതെനിക്ക് എന്താ ഹോം ടൂർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് രമ്യ ഉണ്ണി. ഒരെണ്ണം ചെയ്ത് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു വീട് അവിടെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താണ് ഇവിടെ രണ്ടുപേരും താമസിക്കുന്നത്, അവിടെ ആരും ഇല്ലല്ലോ, ഇഷ്ടമല്ലേ? ഇഷ്ടക്കുറവ് ഒന്നും തന്നെ ഇല്ല. ഞാൻ പറയട്ടെ, ഫാമിലി ആകുമ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഞങ്ങളുടെ ഫാമിലിയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒക്കെ റെഡിയായി. ഇപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ബാബാ അപ്പോൾ ഹാപ്പിയായി, സന്തോഷമായി. അച്ഛനാന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ കുട്ടി ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്, രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. എനിക്ക് എൻ്റെ നാട് വയനാട് തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്കും എൻ്റെ നാട്. എനിക്ക് അങ്ങനെ വേറെ അങ്ങനെയല്ല, രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ വീട് തന്നെ. ഹോമാണ് ഏറ്റവും നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന്. എവിടെ പോയി വീട്ടിലിരുമ്പോൾ സന്തോഷം, സുഖം. വർണ്ണ ഷിജു ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ സ്കിൻ നല്ല ഗ്ലോ ഉണ്ട്, നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, എന്താണ് യൂസ് ചെയ്യുന്നത്? നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, രാത്രി കിടക്കാൻ നേരത്തെ തിന്നുക, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തിന്നുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നല്ലോണം ഉറങ്ങാ, ഇതൊക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് ഡേ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ മാറ്റങ്ങൾ എനിക്കറിയാം. നേരത്തെ ഇട്ട് ഞാനൊരു ഗെറ്റടിക്കകത്ത് വന്നിട്ട് ഒരാൾ കമന്റ്, നീ ഇതായിരുന്നോ എന്ന് ചോദിച്ചിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അത് തന്നെയായിരുന്നു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയതാണ്. ആ പുള്ളിക്കാരി തന്നെ ചോദിച്ചത്, ദിവ്യക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തൽക്കാലം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട്. പിന്നെ എങ്കിൽ അതാര് ചോദിച്ചത്, രമ്യ ഉണ്ണി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നിക് നെയിം എന്താണ്? നിക് നെയിം പറഞ്ഞാല് പറഞ്ഞു നിക് നെയിം നിക് നെയിം എന്റെ നിക് നെയിം കുക്കു. എനിക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു എന്നെ പലരും പല പേരാണ്. അതല്ല, അതാ ഞാൻ പറയുന്നത് ഇടയ്ക്ക് കയറി പറയല്ലേ. പ്രോപ്പറായിട്ട് മാളും, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ. പിന്നെ അച്ചു വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? നല്ലൊരു വീട് വെക്കണം, കുറെ പൈസ ഉണ്ടാക്കണം, നന്നായിട്ട് ജീവിക്കണം. പിന്നെ ഞങ്ങൾക്കൊരു ഷോപ്പ് ഇടണം. ഷോപ്പ് എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഇടണം, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്താ അവിടെ പഠിക്കാൻ നടക്കുന്നു, നമ്മുടെ മെഡിക്കൽ ഫീൽഡിലോട്ട് കയറണം, ഇതൊക്കെ തന്നെ. എല്ലാ ആഗ്രഹവും ഏകദേശം എല്ലാം മലയാളം ഒരേ ആഗ്രഹമായിരിക്കും, ഒരു വീഡിയോ വെക്കണം എന്നൊക്കെ തന്നെ. അതൊക്കെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ. എന്തെന്നാ ചേട്ടൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ ജോലി നല്ല നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. സമാധാനം, സന്തോഷം ഞാൻ ഇപ്പോഴാണ് ആ കുട്ടി വീട് ഏത് ജില്ലയിലാണെന്ന്? വയനാട്. കാരണം ജോലി എന്ന് പറഞ്ഞാൽ സത്യം, എനിക്ക് ഈ ജോലി എടുക്കുമ്പോൾ സത്യം പറയും നല്ല സമാധാനം, മനസ്സമാധാനം, സന്തോഷം, ഹാപ്പിനെസ് കൂടുതലാണ്. സത്യം, വെയിൽ കൊണ്ടാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യം വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാലോ, ഹോട്ടൽ ഫീൽഡാണ്. അവിടെയൊക്കെ വെച്ചാൽ 4 ദിവസം മാസം ലീവുള്ളൂ. ആ ലീവിന് വേണ്ടി തിണ്ടണം, സത്യം പറ തിണ്ടണം, നമ്മുടെ അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടൽ ഫീൽഡിൽ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞാൽ മറ്റുള്ള ഹോട്ടലിൽ എനിക്കറിയാൻ പാടില്ല, ലീവിന് വേണ്ടി തിണ്ടണം. ഇവിടെ നിന്ന് വെച്ചാൽ ലീവിന് വേണ്ടി വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവിന് പോവാം, വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ കയറാം, പീസ്ഫുൾ മൈൻഡ്. വാവ്. ഇന്ദ്ര ബാലചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്, നോ ബേബീസ്, വെഡിങ് ഡേറ്റ്, യുവർ നെയിംസ്. അങ്ങനെ ചോദിച്ചു. ഞാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ ആണ് ബേബി പ്ലാനിങ്. അതല്ല ക്വസ്റ്റ്യൻ, എന്താണ് കുട്ടികളില്ലാത്തത്, നിങ്ങളുടെ കല്യാണ ഡേറ്റ് എന്താണ്, പിന്നെ നിങ്ങളുടെ നെയിം എന്താണ്? ഞാൻ വിചാരിച്ചു എന്താണ് ഈ ക്വസ്റ്റ്യൻ വരാത്തത്, എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും 10 രൂപ വരുന്നു. അതിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറയാമെന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ അതൊരു സർപ്രൈസ് ആയിരിക്കും. സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും ആ ഒരു കാര്യം. ഒന്ന് നീ പറഞ്ഞു. പിന്നെ എങ്കില് ദൈവത്തിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ. 2-3 കൊല്ലം ആയില്ലേ, 3 കൊല്ലം ആവാനായില്ല. അങ്ങോട്ട് അപ്പം
എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കങ്ങനെ വേണം ഇപ്പൊ വേണമെന്നും ഇല്ല വേണ്ടാന്നും ഇല്ല അങ്ങനെയുള്ളൊരു മൈൻഡാണ്. വേണമെന്നുണ്ട് വേണ്ട ആ അങ്ങനെയുള്ള ഒരു മൈൻഡ്. പിന്നെ വെഡിങ് ഡേറ്റ്, അത് നമ്മുടെ വെഡിങ് ഡേറ്റ് ഒക്ടോബർ 20. 20 പിന്നെ പറ. നീ ആൻസർ ഒക്ടോബർ 23 അല്ലേ? അല്ല ഒക്ടോബർ 22. പിന്നെ നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ പേര് ദിവ്യ. പിന്നെ ചോദിക്കേണ്ട അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിട്ട് റീപ്ലൈ ഇനി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 2 പേര് ഏതുവരെ പഠിച്ചു, എന്താണ് പഠിച്ചത്, പഠിത്തം കംപ്ലീറ്റ് ആക്കിയോ, നിങ്ങളുടെ 2025 ഏജ് എത്ര? ചോദിക്കാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടു കഴിയുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ തോന്നുന്നു. കളിയാക്കുവാണോ? പിന്നെ വീട്ടിൽ നിങ്ങൾ 2 പേരും മാത്രമുള്ളൂ. അത് ഞാൻ ആൻസർ തരാം. എന്താന്ന് വെച്ചാല് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കണ്ടാലേ ചെറിയ കുട്ടികളെ പോലെ തോന്നും. പെട്ടെന്ന് കണ്ടാല് ഏജ് തോന്നിക്കില്ല. ചിലർ ചോദിച്ചാൽ ഞങ്ങൾ സിബ്ലിങ്സ് ആണോ അങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ +2 കഴിഞ്ഞു. നേരെ ഒരു കോഴ്സാണ് എടുത്തത്, അക്കൗണ്ടിങ് കോഴ്സ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് ജീവിക്കാനാണ് തൽക്കാലത്തിന് ഇഷ്ടം. അതല്ല അത് ഞാൻ പറയട്ടെ, എന്താ വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോഴത്തെ ഒരു പ്ലാൻ പോലെ ഇരിക്കും. പിന്നെ സോങ് ഒക്കെ സെലക്ട് ചെയ്യുന്ന അടിപൊളി സോങ് സെലക്ഷൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മളെ തീം തന്നെ എന്താ? സോറി, ഇവിടെ ആൻസർ പറയണ്ട, നമ്മുടെ തീം എന്ന് വെച്ചാൽ തന്നെ ഓൾഡ് സോങ് ഒരു 2000 തൊട്ട് 2050 വരെയുള്ള സോങ് ഞങ്ങൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മളെ മിനി വ്ളോഗിൽ ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു തീം. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിന്റേജ് സോങ്ങിനോട് ഇപ്പോഴത്തെ കാലത്ത് താല്പര്യം. നമ്മളെ വെട്ടത്തിലെ കല്യാണം നമ്മുടെ സോങ് എത്ര ഘട്ടം മടുപ്പ് വരില്ലോ. അതാണ് ഈ പഴയ സോങ്ങിന്റെ ഒരു പ്രത്യേകത. എത്ര ഘട്ടം മടുപ്പുണ്ടാവില്ല. അത് കണ്ടപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്താണ് പഴയ സോങ്ങും നമ്മുടെ മാത്രമല്ല കുറെ പേര് അല്ല നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലാണ് അങ്ങനെ തുടങ്ങിയത്. ചോദിച്ചിട്ടില്ലേ? ഒഫീഷ്യൽ സോങ്ങിൽ കയറണം, ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഒഫീഷ്യൽ സോങ്ങിൽ കോപ്പിറൈറ്റ് കുറവായിരിക്കും കേട്ടോ. ഹയ ഇൻ പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഒരു 6 മണി മുതൽ പുലർച്ചെ വൈകുന്നേരം 6 മണി വരെയുള്ള ഷോർട്സ് ചെയ്യുമോ പ്ലീസ്? ഷോർട്സ് അല്ല, ഒരു ഡയഗ്മൽ ആണ് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ലോങ് വീഡിയോ എടുക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഷോർട്സ് എടുക്കാനാണ്. ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ ആഡ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതുക, അതൊക്കെ എനിക്കിഷ്ടം. പക്ഷെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ എടുക്കാം കേട്ടോ. വിസ്മയ എന്നൊരു കുട്ടി, ആ കുട്ടി ഞാൻ ശ്രദ്ധിച്ചു പല വീഡിയോസിലും വന്നിട്ട് ഈ എങ്ങനെയാണ് ഈ ഇൻഫിനിറ്റ് പെയിന്ററിൽ ഈ വീഡിയോ നിങ്ങൾ എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി ഇട്ടു. അതിന് ഈ കുട്ടി വന്നിട്ട് നെഗറ്റീവ് ഇട്ട് എനിക്ക് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓ പോടി അവളുടെ ഒരു പുരുകം മീൻസ് ഞാൻ എന്റെ ഐബ്രോസിനെ കണക്ട് ചെയ്തിട്ടേ അല്ല ആ വീഡിയോ ചെയ്തത്. പക്ഷെ അതുപോലെ ഇവർക്ക് ഇത് എന്തിനു വല്ലാണ്ട് ചോദിച്ചിരിക്കുന്നറിയോ, ഒന്ന് നിർത്തി പൊക്കൂടെയെന്ന്. അല്ല ഇവർക്ക് ഞാൻ പറയാം വിസ്മയോട് കാര്യം പറ്റേ. വിസ്മയ ഇത് എന്റെ ചാനൽ, ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇടുന്നത്. താങ്കൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട, താങ്കൾ വീഡിയോ കാണണ്ട, പൊയ്ക്കോ. അത്ര വീഡിയോ കണ്ടിട്ട് പിന്നെ വല്ല കാര്യം. നിങ്ങളുടെ വിലയേറിയ ടൈം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കൂടെ എന്ന് പറഞ്ഞു നിങ്ങൾക്കല്ലേ നിങ്ങളല്ലേ പോകേണ്ടത്. നിങ്ങളുടെ സമയം വേസ്റ്റാ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വെറുതെ കമന്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇയാള് നിർത്തി പൊക്കൂടെന്നൊക്കെ പറഞ്ഞ് നിർത്തി പോകാനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. ഓക്കെ, ഞങ്ങളെ പറയുന്നില്ല. ചിലപ്പോ പറഞ്ഞാൽ ചേച്ചിയുടെ പിരികം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതുപോലെ എഴുതിയിട്ട് ബാക്കി എന്താ എഴുതിയിട്ട് ശരിയാവുന്നില്ല എന്നാണ്. അതൊക്കെ മെല്ലെ ശരിയായിക്കോളും. 2-3 വർഷം. നിവന്യ, നിങ്ങളുടെ 2 പേരുടെ ലവ് സ്റ്റോറി ഫുൾ പറയാമോ? ലവ് സ്റ്റോറി നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഓൾഡ് വീഡിയോ ഷോർട്സിൽ പോയാൽ കാണാതെ നിങ്ങളൊന്ന് കാണുക. കാരണം ഇനി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് കാണാൻ ഇത്ര ചെറിയ കുട്ടികൾ. പക്ഷെ അതുപോലെ അത് വർഷങ്ങൾക്ക് മുമ്പ് മുന്നിട്ട വീഡിയോ ആണ്. ഇനി ഞങ്ങൾ ഇപ്പൊ ലവ് സ്റ്റോറി അങ്ങനെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ എറിപ്പോ ഉറപ്പാ, സത്യം ആണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചി പ്രഗ്നന്റ് ആണോ? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? ഞാൻ പ്രഗ്നന്റ് അല്ല, സർപ്രൈസ്. ചേച്ചി പ്രഗ്നന്റ് ആണോ? ഞാൻ മടുത്ത് ഇതിന് ഉത്തരം പറഞ്ഞു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ കുറിച്ച് തന്നെ പറയാനുണ്ടല്ലോ, നമുക്ക് ഇതിനെ കുറിച്ച് തന്നെ പറയാൻ പോളൂ. പിന്നെങ്കിൽ ഫായിസ ഷനാവസ് എന്നുള്ളത് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ സുഖമാണ്. അവിടെ സുഖമാണെന്ന് വിചാരിച്ചു. മാരേജ് അതിന്റെ എത്ര നാളായി അതും പറഞ്ഞു.
അതെ 3 വർഷം കഴിഞ്ഞ്. വീട് ഏത് ജില്ലയിലാണ്? വയനാട്. ആത്മജ ദേവ് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ്, സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു പ്ലസ് പോയിന്റും അതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട്. പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും വെളിയിൽ ഒന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ് നമുക്കൊരു വരുമാനം. രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് ആ വരുമാനം എന്ന് വെച്ചാല് ഞാൻ 5 കൊല്ലം പണിയെടുത്തതിനെ കാട്ടി ഓരോ മാസം എനിക്ക് കിട്ടിയ എമൗണ്ടിനെക്കാട്ടി വലിയ എമൗണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഞാൻ 5 വർഷം 2 വർഷം അത് പഠിച്ച് പണിയെടുത്തിട്ടാണ് അത്രയും പഠിച്ചിട്ട് കിട്ടിയൊരു എമൗണ്ട് ഉണ്ട്. അതിനെക്കാട്ടി വലിയ എമൗണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി. അതെനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലേ? ആ എമൗണ്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് അത്രയും വലിയ പൈസ ഒക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെങ്കിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഇപ്പൊ ഒരു വെറുതെ കാര്യം ഇപ്പൊ വെളിയിലിറങ്ങി ആരെയും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഞങ്ങളുടെ കാര്യം പറയാന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചേച്ചിമാരും അമ്മമാരും ചേച്ചിമാരും ചെറിയ കുട്ടികളൊക്കെ വന്ന് ഓടി വന്ന് ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ യൂട്യൂബ് ചാനലുള്ളതല്ലേ, അതൊക്കെ നമുക്ക് വന്ന ആ ഒരു ചെറിയ മൊമെന്റാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. നമ്മളെ അറിയില്ലാത്തവർ നമ്മുടെ അടുത്ത് ചേച്ചി വന്ന് സംസാരിക്കും. പിന്നെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ പറയാ, അങ്ങനെ ചിലർക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷെ നമ്മള് താല്പര്യം ഓക്കെ പോട്ടെ വിചാരിച്ച് നമ്മൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ട് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. സൂപ്പർ കിങ്സ് ചെന്നൈ. ഓക്കെ. നിങ്ങളുടെ 2 പേരുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ റെന്റിനാണോ താമസം? വീട്ടിലെല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മ, അനിയന്മാര്, അനിയത്തി എല്ലാവരും. വീട് റെന്റാണെന്ന് വെച്ചാൽ വീട് റെന്റാണ്. ഓക്കെ. അഹാ വിത്ത് അഹല്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. വയനാട് വന്നാൽ കാണാൻ പറ്റുമോ? പാലക്കാട് വരുന്നുണ്ടെങ്കിൽ പറയോ? വയനാട് വന്നാൽ കാണാൻ പറ്റും. ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതെ. പിന്നെ ഈ കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അത്ര വലിയ ആൾക്കാരെന്നാണ്. ഇഷ്ടപ്പെട്ട ഒരാള് വന്നാൽ നമ്മൾ എന്തായാലും അവരെ നമുക്ക് പറ്റുന്ന പോലെ വെൽക്കം ചെയ്യും. പിന്നെ പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരണം എന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇതൊക്കെ കാരണം വരും, എന്തായാലും വരും. പിന്നെങ്കില് ചേച്ചി ഏത് കോഴ്സാ പഠിച്ചത്? ഞാൻ ഡിഫ, അതായത് അക്കൗണ്ടിങ് കോഴ്സാണത്. പിന്നെ ആതിര, ലൈഫിലെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒന്ന് പറയുമോന്ന്? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതൊക്കെ? ഒന്ന് കല്യാണം കഴിഞ്ഞു എന്റെ ആണ്. അല്ല കല്യാണം അതിന് ശേഷമാണോ? അല്ലെന്ന് ലൈഫിലത്തെ കാര്യമാണ് ചോദിച്ചത്. ലൈഫിലെ കാര്യം വെച്ചാല് ഒന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞത്. പിന്നെന്തൊക്കെയല്ലേ അത്രത്തോളം സന്തോഷത്തോടെ കിട്ടിയ ഒരു മൊമെന്റ്? ഒന്ന് കല്യാണം കഴിഞ്ഞതും പിന്നെന്നാടി പിന്നെ ഒന്നുമില്ല. പിന്നെ എന്നാ ഓർക്കുന്നേ? ഉണ്ട് എനിക്കുണ്ട്. എനിക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. എനിക്ക് കല്യാണം കഴിഞ്ഞത് നമുക്ക് ഇങ്ങനെ പ്രണയിച്ച ആളെ തന്നെ കിട്ടാന്നുള്ളത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെങ്കില് ഇപ്പൊ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുള്ളവർ മനസ്സിലാവും. ഇപ്പൊ ഈ നമ്മൾ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അത് റെഡി ആയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മള് എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് എനിക്കൊരു സന്തോഷം. എല്ലാവരും ഒരുമിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ. കാപ്കട്ടിൽ എഡിറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്യാൻ കേട്ടോ, ഒരു ദിവസം ചെയ്യാൻ. അത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നോട് ഈ ട്രാൻസിഷൻ. ഓക്കെ. ഫാത്തിമ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യം ചേട്ടൻ പറയൂ, ചേട്ടന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യം ചേച്ചി പറയൂ. ഇവളുടെ നെഗറ്റീവ് ഞാൻ ആദ്യം പറയാം. ഇവള് ബോൾഡല്ല. പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടമൊക്കെ കാര്യച്ചില്ല. ആ ഒരു സംഭവം ഏറ്റവും വലിയ നെഗറ്റീവാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഇവളും ആ താഴ്ന്നു പോകും, പെട്ടെന്ന് കരയും, ഇമോഷണലി ரொம்ப ഡാമേജ് ഇവള്. പിന്നെ പോസിറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ரொம்ப സ്നേഹം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ரொம்ப സ്നേഹം, സത്യം പാവമാണ്. അതാണ് പോസിറ്റീവ് പറഞ്ഞാൽ വെറും പഞ്ചഭാവം. എനിക്ക് നന്നായിട്ട് അറിയാം. പഞ്ചഭാവം ரொம்ப അങ്ങ് സ്നേഹിച്ചു കളയും. എന്നെ സ്നേഹിക്കും. പിന്നെ എല്ലാവരോടും വലിയ കാര്യമാണ് സ്നേഹം. അതാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ. നീ എന്നെ പറയുന്നില്ലേ? അതെ, അതിനെ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കാൻ എനിക്ക് സമയം വേണ്ടല്ലോ, ഒറ്റയടിക്ക് തന്നെ പറയാലോ. എന്താന്ന് വെച്ചാല് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമല്ല, കുക്കുവിനെ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ദേഷ്യം വന്നാൽ വായിൽ തോന്നുന്ന എല്ലാം വിളിച്ച് പറയും. ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും വിചാരിക്കുന്നത് അയ്യോ അത് പറയേണ്ടിയിരുന്നില്ല, അത് പറഞ്ഞു പോയല്ലോ എന്ന്. വല്ലാണ്ടൊരു നാക്കാണ്.
ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ആവുമോ ഇല്ലയോ അതൊന്നും ഇല്ല. തൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തീർക്കണം അല്ലെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡ്. അതൊന്നും മാറ്റിയാലും നല്ല കാര്യമാണ്. പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ പുള്ളിയുടെ കാര്യം നോക്കുകയുള്ളൂ. അതാണ് എൻ്റെ ഒരു മൈൻഡിൽ എനിക്കത് പോസിറ്റീവ് കാര്യമായിട്ട് തോന്നിയത്. ഓനും ഇല്ലെങ്കിലും എനിക്കുണ്ടെങ്കിൽ എനിക്കത് ചെയ്ത് തന്നിട്ട് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അല്ല പൊക്കിയതല്ല കാര്യം പറഞ്ഞ പോ. പിന്നെ എന്തെന്നാന്ന് വെച്ചാല് പിന്നെ ഹെയർ കെയർ ചെയ്യുമോ? അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ വരും കേട്ടോ. ദിൽഷ ചേട്ടന്റെ ഗ്ലാമർ കൂടിയതിന്റെ രഹസ്യം പറയുവോ? അനിയത്തിയോ? അനിയത്തിന്റെ പേര് ദിൽഷനല്ലേ നമ്മുടെ? അപ്പൊ ആ ദിൽഷ ആവണമെന്നുണ്ടോ? അവളാണ്. നീ ആണോ നീ അങ്ങനാണോ ചേട്ടന്റെ ഗ്ലാമർ കൂടിയെന്ന് പറയുന്നത്? ഗ്ലാമർ കൂടിയെന്ന് അത് ഞാൻ പറയാം. ഞാൻ പണിയെടുക്കുന്ന നല്ല വെയിലത്തായതുകൊണ്ട് മറ്റേ എന്താ സൺസ്ക്രീൻ അങ്ങ് ഞാൻ തിന്നും. സൺസ്ക്രീൻ ഇട്ടിട്ട് പണിയെടുക്കും. വന്നിട്ട് ഫേസ് വാഷ് നന്നായിട്ട് ചെയ്യും. മാത്രം പറ്റില്ല. വൈകുന്നേരം വന്നിട്ട് ഫേസ് വാഷ് ചെയ്യും. കിടക്കുന്നതിന് മുന്നും പിന്നെ ഫുട്ബോൾ കളിക്കുന്നതിന് മുന്നും ഫേസ് വാഷ് ഇട്ട് നല്ല മോന്താടിക്ക് വൃത്തിയാക്കും. പിന്നെ ഞാൻ പഴയതിനെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഫേസിനും കൈക്കും കാലിലൊക്കെ കുറച്ച് കൂടുതൽ അതിനൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ. സെൽഫ് കെയർ കുറച്ച് കൂടുതലാണ്. പിന്നെ മുടി ഇപ്പം നമ്മൾ നോക്കണ്ട, അതങ്ങനെ പറ്റിയത് ഞാൻ വേറെ കഴിഞ്ഞോ. അദൃശ്യ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്. എന്റെ പേര് അദൃശ്യ എന്നാണ്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എന്റെ കമന്റ് ഒന്ന് വായിക്കോ, തൽക്കാലം ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണ്ട് വായിക്കണം. പിന്നെ അശ്വതി അരുൺ ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് ഇടാറുള്ളതാണ്. ഞാനിപ്പോ ചേച്ചി കമന്റ്സ് എല്ലാം നോട്ട് ചെയ്യാറുണ്ട്. ചേച്ചി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ലവ് മാരേജ് അല്ലേ, അപ്പൊ ഫാമിലീസ് ഒന്നായോന്ന്. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ഞാൻ തരാം. ലവ് മാരേജ് ആയിരുന്നു. അത് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്. ഫാമിലീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഞങ്ങളായിട്ടുള്ള കണക്ഷൻ അറിയാവുന്നതായിരുന്നു. ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അപ്പം മുതലേ ഇല്ല. ഈ ഒരു ഇഷ്യൂ മാരേജ് ലൈഫ് അല്ലെങ്കിൽ മാരേജ് കാരണം ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ലവ് മാരേജ് ആണ്, വീട്ടിൽ സമ്മതിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ രണ്ട് ഫാമിലീസും ഞങ്ങളുടെ മാരേജ് കൊണ്ട് അവർ ഒന്നായതേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു ഇഷ്യൂസോ കാരണങ്ങളോ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെയല്ല, പലർക്കും ചിലപ്പോൾ പല ഇഷ്യൂസും വീട്ടുകാരെ വിട്ട് പോവേണ്ടി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് അന്തസ്സായിട്ട് പ്രണയിച്ചു, അന്തസ്സായിട്ട് കല്യാണം നടത്തി, അന്തസ്സായിട്ട് ഇപ്പൊ ജീവിക്കും. നിങ്ങളുടെ ബിന്ദു നിങ്ങളുടെ വീടിനടുത്ത് അയൽപ്പക്കം വീടൊന്നും ഇല്ലേ? വീഡിയോയിൽ ഒറ്റപ്പെട്ട സ്ഥലം പോലെ കാണുന്നു. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും വീഡിയോയിൽ അടുത്തുള്ള വീഡിയോ അവിടെ പോയിട്ട് വീടെടുക്കാൻ പറ്റില്ല. കാരണം ഈ വീട് കഴിഞ്ഞാൽ റോഡാണ്. അപ്പോൾ റോഡിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീടിന് ഇപ്പുറത്ത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ വീട്, പിന്നെ അവിടെ കുറച്ച് വീട്, ഇവിടെ കുറച്ച് വീട്, ഫുള്ള് സൈഡിൽ വീടാണ്. നമ്മുടെ വീട് വന്ന് ഇതിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലം കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലമൊന്നും കാണിക്കാത്തത്. ഒന്നാമതേ ഇത് പഴയ ടച്ചുള്ള ഒരു വീടാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ വീട്. ഞാൻ താമസിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടാണ് ഈ വീട്. ഒരു ഹാപ്പിനെസ്സാണ് സത്യം പറയാം. ഈ വീട്ടിൽ ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോഴും എന്തോ ഒരു സന്തോഷമാണ് സത്യമായിട്ട് ഞാൻ പറയാം. കാറ്റൊക്കെ അടിച്ച് ഇത് ജനലൊക്കെ തുറന്നാൽ നല്ല സുഖം. അത്യാവശ്യം 2-3 ജനൽ വെച്ചിട്ടുണ്ട്. ചുറ്റും മരങ്ങളും മാവ്, നിങ്ങൾ തന്നെ കാണുന്നില്ല വീഡിയോസ്. മാവ്, തെങ്ങ്, ചക്ക, പിന്നെ പുറകില് നമ്മളെ ക്യാബേജും കാര്യങ്ങളും, പച്ചക്കറികള്, ഫ്രണ്ടിൽ ഇഷ്ടംപോലെ പൂക്കള്, എല്ലാത്തിനും നടുവില് ഇഷ്ടംപോലെ വലിയൊരു മുറ്റം. എന്ത് ചെയ്യാൻ നമ്മളെ മുറ്റത്ത് നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പുറകിലോട്ട് കിണർ. സൈഡിലുള്ള വീടുകാരൊന്നും കാണൂലേ. തൊട്ടടുത്ത് വീടുണ്ട്. ഓണറിന്റെ വീട് തൊട്ടടുത്താണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വലിയൊരു ഡ്രീം എന്താണ്? ഹോം. അതെ, ഹോം. സത്യമായിട്ട് പറയാം, എനിക്ക് ദിവ്യക്കും സ്വന്തമായിട്ടൊരു ഹോം ഉണ്ടാകും. ഹോം വെക്കണേ നമുക്ക്. അതായത് ദിവ്യയുടെ ആഗ്രഹം പറയാം, എനിക്കൊരു ട്രഡീഷണലും മോഡലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീട് എനിക്കും ദിവ്യക്കും പണിയണം. പിന്നെ പണിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങുന്ന കേസ് ഞങ്ങൾ പിടിക്കും. കൂടെ നമുക്കൊരു പട്ടിക്കുട്ടിയും വേണം, ഒരു പൂച്ചക്കുട്ടിയും വേണം. അത് രണ്ടും കൂടെ അതൊക്കെ മതി. അതെന്താ വേണം. അല്ല എന്താന്ന് വെച്ചാല് കല്യാണ ശേഷം വന്ന മാറ്റങ്ങൾ അങ്ങനെ ചോദിച്ചാൽ അത് നോർമൽ എല്ലാവർക്കും വരുന്നില്ല. കുറച്ച് മെച്ചൂരിറ്റി ആയെന്നൊക്കെ തോന്നുന്നുണ്ടോ? എന്റെ ഒരു കാര്യത്തിൽ
ജീവിതത്തിൽ അതേ ഇല്ല. കാരണം ഞാൻ ഇപ്പൊ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും. എനിക്ക് കല്യാണം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റമോ ഒരു ഒതുങ്ങി കൂടലോ അങ്ങനൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് ഒരു കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതൊന്നും കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് എന്താ മാറ്റം എന്ന് വെച്ചാല് കുറച്ചും കൂടി പൈസ ഉണ്ടാക്കണം, ഇപ്പൊ ഉണ്ടാക്കാൻ ഡബിൾ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല. പിന്നെ എന്റെ സംസാരം നോക്കി പിന്നെ എന്താ നീ മെച്ചൂരിറ്റി ഇല്ലാണ്ട് സംസാരിക്കും. മെച്ചൂരിറ്റി ആകുമ്പോൾ കുറവാണ്. ഞാൻ ഇങ്ങനെ തന്നെ കളബള സംസാരിക്കും. അവിടെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. മെച്ചൂരിറ്റി ആവാൻ ശ്രമിക്കുന്നില്ല. തന്നെ വരേണ്ട സാധനമല്ല, എനിക്കത് വരത്തൂല്ല. പിന്നെങ്കിൽ എന്താണെന്നറിയോ, ആരാ ചോദിച്ചോ? അർച്ചന ചേട്ടന്റെ സിസ്റ്റർ എന്ത് കോഴ്സാണ് ചെയ്യുന്നത്? എന്റെ സിസ്റ്ററോ? എന്റെ സിസ്റ്റർ പഠിക്കുക, ചെറുതാ. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാല് ട്രിപ്പ് പോവാൻ പ്ലാൻ ഉണ്ടോ? യെസ്, ട്രിപ്പ് പോവാൻ പ്ലാൻ ഉണ്ട്. കുറേ ആയി ഇങ്ങനെ പ്ലാന് മാത്രം ഇടുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കുഞ്ഞേ. കുറേ ആയി പ്ലാൻ ഇടുന്നു. ഇനി പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകണം. സത്യം. എനിക്ക് പാലക്കാട്, കണ്ണൂര്, ഇവിടെ ഞങ്ങൾ ഇനി അടുത്ത പോവുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വന്ന് കീക്കോൻ്റെ ഒക്കെ പത്മനാഭൻ്റെ മണ്ണി. പിന്നെങ്കിൽ എന്തെന്നാ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ചേച്ചി ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ അനിയത്തിയാണ് ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. ഇവള് ബ്യൂട്ടീഷ്യനും പഠിച്ചു. ബ്യൂട്ടീഷ്യനും പഠിച്ചിട്ടുണ്ട്, കോസ്മെറ്റോളജി എല്ലാം കൂടെ ഒരു മിക്സിംഗ് ആണ്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരേ കാര്യം എന്താണ്? മീൻസ് ഫുഡ്, പ്ലേസ്, ഡ്രസ്സ്, എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കാര്യം ഫുഡ്. യെസ്. പക്ഷെ രണ്ടാൾ ശരീരത്തിൽ കാണില്ല. ഫുഡ് ആണെങ്കിലും രണ്ടാൾ ശരീരത്തിൽ കാണില്ല. ഞാൻ നല്ലോണം കഴിക്കും, പക്ഷെ ഞാൻ തടി വെക്കത്തില്ല. എന്റെ കുടുംബപരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ. പിന്നെയുള്ള യൂട്യൂബ് സാലറി കിട്ടി തുടങ്ങിയോ? അത് 2023 ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് 2023 ഏപ്രിൽ 5-ാം തീയതിയാണ്. അതേ വർഷം മാസം 2023 ഒക്ടോബർ 18-ാം തീയതി 22-ാം തീയതി ഞങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആരും ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബ് സാലറി ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല, എത്ര ഫസ്റ്റ് കിട്ടിയത് അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ എപ്പോഴാണ് ചെയ്യാം. പിന്നെ എന്താ ചോദിച്ചേക്കെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പും ശേഷവും നിങ്ങൾക്കുണ്ടായ ചേഞ്ച് പറയൂ. ഇതിന്റെ ഒരു കാർച്ച യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പും ശേഷം നിങ്ങൾക്കുണ്ടായ ചേഞ്ച് എന്ന് വെച്ചാല് നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ വായിക്കോ, വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോവുക, നമ്മൾ ഒരു വീക്കെൻഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോന്ന് വെച്ചാല് മെയിൻ ആയിട്ട് അല്ല ഞാൻ പറഞ്ഞു എന്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇപ്പാണെങ്കിൽ മെയിൻ ആയിട്ട് രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം, എന്ത് ടൈപ്പ് വീഡിയോ എടുക്കണം, എങ്ങനെ ചെയ്യണം, ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ 1/2 മണിക്കൂറോളം പോകും. പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ 2-2.5 മണിക്കൂറോളം മാക്സിമം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ, ഞങ്ങൾ 2 പേരും ആണെങ്കിൽ അതിനും കൂടുതൽ ടൈം പോകും. ഇങ്ങനെ ചെയ്യാം, ഓരോരുത്തർക്കും ഓരോരോ മൈൻഡും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ആ ഒരു ഇച്ചിരി ടൈം നമ്മൾ ഇതിന് വേണ്ടിട്ട് മാറ്റുന്നു. അല്ല ഇതിന് വേണ്ടി നല്ല ടൈം നിങ്ങൾ കാണുന്നില്ല. ഈ ഒരു മിനിറ്റിന്റെ ഒരു വീഡിയോ കാണുന്നില്ല എപ്പോഴും ഷോർട്സ്. ആ 1 മിനിറ്റിന്റെ വീഡിയോ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് എടുക്കുന്നത് അറിയാം. നല്ല ടൈം വേസ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ചെറിയ പൂവിന്റെയും തിന്നുന്ന വീഡിയോ ഇങ്ങനെ ചുമ്മാ എടുത്താൽ വേണം. അങ്ങനെയല്ല, വെട്ടം വരും വേണം പുറത്തുള്ള വീഡിയോ എടുക്കാൻ. വെട്ടം കഴിഞ്ഞിട്ട് ദിവ്യ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനത് പിടിച്ചില്ല. കുറേ മണിക്കൂർ, ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കാം ആ ഒരു വീഡിയോ എടുക്കാൻ തന്നെ. പിന്നെ ഇങ്ങനെ ആലോചിക്കുക എങ്ങനത്തെ വീഡിയോ ഇട്ടാലാണ് കയറുന്നത്. ഞങ്ങളുടെ മിനി വ്ളോഗല്ല നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ മിനി വ്ളോഗ് മിനി വ്ളോഗ് ഇന്ന് അപ്ലോഡ് ചെയ്യും, അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇട്ടാൽ കയറുമോ, നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് വേറെ എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് പിന്നെ സെലക്റ്റീവായിട്ട് ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ. പിന്നെ ചേച്ചി സോങ് പാടാറുണ്ടോ? വോയിസ് സ്യൂട്ട് ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് തന്നെ പാട്ടും പാടിയാ പണിയെടുക്കുന്നത്. അതായത് നന്ദനത്തിലെ ബാലമണി പോലെ. അവിടെ പാട്ടല്ല, അവിടെ കഥ പറച്ചില്ല. ഇവിടെ നേരത്തെ ഒരേപോലെയാണ്. ബാലാമണി സ്വന്തം പറഞ്ഞ് പണിയെടുക്കൂലേ, അതേപോലെ തന്നെ വിടും. പാട്ടും ഇഷ്ടമാണ് പാടാൻ, അതുകൊണ്ട് തന്നെ. പിന്നെങ്കിൽ ഷോർട്സ് ആരാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാറ്? ദിവ്യ. കാരണം ഞാൻ രാവിലെ പണിക്കൂല, ഞാൻ വൈകുന്നേരം അപ്പോഴത്തേക്കുള്ള എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ ഈ ജോലി നിർത്താൻ ഉദ്ദേശിക്കാറുണ്ടോ? ബിസിനസ് പ്ലാൻ ഉണ്ടോ? ബിസിനസ് പ്ലാൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, കീഴിൽ നിൽക്കാതെ. ഞാൻ കാര്യം പറയട്ടെ, എനിക്കൊരു കമന്റ് വന്നായിരുന്നു, കൂടുതൽ വരുമാനം കിട്ടിയാൽ ഈ പണിക്കൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, പക്ഷെ പണിയെടുത്തിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പണിയെടുത്തേക്ക് 800 രൂപ കിട്ടുന്നെങ്കിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്ന് ഒരു ദിവസം എനിക്കൊരു 1500 അങ്ങനെ കിട്ടുന്നെങ്കിൽ പിന്നെ ഞാൻ ആ മറ്റേ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നതിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുള്ളൂ. അതാണ് എല്ലാ മലയാളികളും ചെയ്യുക. കാരണം മലയാളിക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ.
അപ്പൊ മനുഷ്യരല്ലേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇത് കുറച്ച് എനിക്കൊരു മാസം ഇപ്പൊ 60,000 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അവിടെ 26,000 രൂപയല്ലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ പണിക്ക് പോകുന്നതിന് മാസം എനിക്ക് 26,000 കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതിൽ എനിക്ക് മാസം ഡെയിലി വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു മാസം 50,000 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തിന് പുറത്ത് പോയി പണിയെടുക്കണം? ഞാൻ എന്തിനും അത്രയും കഷ്ടപ്പെടണം? എനിക്കിവിടെ 50,000 കിട്ടുന്നില്ലേ? എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഞാനും അതേപോലെ ചിന്തിക്കത്തുള്ളൂ. പിന്നെ ഈ പണി ഞാൻ കളയില്ലെന്ന് വെച്ചാൽ എനിക്ക് ആ പണി പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ആ തേപ്പൊന്നും പഠിക്കാൻ ആഗ്രഹമുണ്ട്. സത്യം എനിക്കിഷ്ടമാണ് അതേ ആ പണിയോട് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി ഞാൻ പോണതാ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് വീഡിയോ ഇങ്ങനെ ഡെയിലി വ്ളോഗ് ഇട്ട് എനിക്ക് നല്ല പൈസ കിട്ടുന്ന എനിക്കറിയാം. ഇത് വെക്കും അറിയാം. എന്നിട്ട് ഞങ്ങൾ ലോങ് വീഡിയോ എടുക്കലേ ഇല്ല, ഷോർട്സ് മാത്രം എടുക്കലേ. അറിയാം. ഇപ്പം ഞാനത് പണിക്ക് പോട്ടെ, ആ പണി ഒന്ന് പഠിക്കട്ടെ ഒന്ന്. അതേ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ അല്ലേ? സാലറിനെ കുറിച്ചൊക്കെ പറയുന്നത് ബിസിനസ് പ്ലാൻ ഉണ്ട്. ഞാൻ നേരത്തെ പറയാം, എനിക്കൊരു സ്വന്തമായിട്ട് തുണിക്കട വമ്പ ആഗ്രഹമാണ് എനിക്ക്. അതിനുവേണ്ടി ഞാൻ യൂട്യൂബിൽ കഷ്ടപ്പെടുന്ന വീഡിയോ എടുക്കുന്ന പൈസ ഉണ്ടാക്കുന്നതിന് എനിക്കൊരു സ്വന്തമായിട്ട് എനിക്കൊരു ടെക്സ്റ്റ് ഇടണം. ഒരു ബോട്ടിക്ക് ഞാൻ തുടങ്ങും. എനിക്ക് ആഗ്രഹം. സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല. സ്വന്തമായിട്ടൊരു വീഡിയോ വെക്കാൻ അത് വരുന്ന ശനിയാഴ്ച അപ്ലോഡ് ചെയ്തു. ശനിയാഴ്ച അല്ല ഞായറാഴ്ച, സൺഡേ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെക്കാറുണ്ട്. ചിലപ്പോ നമുക്ക് അന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പോയി പോകും. അപ്പൊ നിങ്ങൾക്കുള്ള അങ്ങനെയാണ് ഇപ്പൊ ഇതും വൈകിച്ചത് സത്യം പറഞ്ഞത്. പിന്നെ ചേച്ചി സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചോ? ഇല്ല. സ്കൂട്ടി കണ്ടുന്ന വീടിന് ചുറ്റുവിട്ട് അയക്കുന്നല്ലാണ്ട് റോഡിൽ കയറ്റാനുള്ള ഒരു ധൈര്യം എനിക്ക് തൽക്കാലം ഇപ്പൊ ഉണ്ടായിട്ടില്ല. നല്ലോണം പഠിക്കട്ടെ. ആദ്യം എനിക്കൊരു സൈക്കിളൊക്കെ സൈക്കിളൊക്കെ കിട്ടി. എനിക്ക് സ്വന്തമായിട്ട് അവിടെ ഇടയ്ക്ക് പോയിട്ട് മെല്ലെ സ്കൂട്ടർ ഓടിക്കും. അപ്പൊ ഈ 2 കൊല്ലത്തേക്ക് നിങ്ങൾ എന്താ ഇത് കാണത്തില്ല സ്കൂട്ടർ ഓടിക്കുന്ന വീഡിയോ? പിന്നെ എന്താന്ന് വെച്ചാല് ആരാ നിങ്ങൾ അനുമനു നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഏതാണ്? എഡിറ്റ് ഏത് ആപ്പാണ്? ആരാണ് എഡിറ്റ് ചെയ്യുന്നത്? ആരാണ് സോങ് സെലക്ട് ചെയ്യുന്നത്? ഫോൺ ഐഫോൺ 13. എഡിറ്റ് ചെയ്യുന്ന ആപ്പ് കാപ്കട്ട് ആൻഡ് ഇൻഷൂട്ട്. എഡിറ്റ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ദിവ്യ. സോങ് സെലക്ട് ചെയ്യുന്നത് 2 പേരും. ഓക്കെ, ഒറ്റ ഒന്നുകൂടെ ഉള്ളൂ. ചേച്ചിയുടെ ഫാമിലി ഒക്കെ ഇപ്പം മുണ്ടക്കയത്താണോ ഉള്ളത് അതോ വയനാടാണോ? ഇപ്പൊ എല്ലാരും വയനാടാണ് ഉള്ളത്. ബട്ട് അമ്മയുടെ ഫാമിലി അച്ഛന്റെ ഫാമിലി ഒക്കെ നാട്ടിലാണോ ഉള്ളത്. അങ്ങനെ ഇനി അത് ഏകദേശം നമ്മള് മാക്സിമം ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തന്നിട്ടുണ്ട്. പിന്നെങ്കിൽ ഇതില് ഒരു 70 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതില് ഒരാള് തന്നെ 15-16 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെങ്കിൽ ഏകദേശം ഈ 70 ക്വസ്റ്റ്യനിലും 70 ആൾക്കാരും സെയിം ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അതായത് ഫാമിലി എന്താണ്, ലവ് മാരേജ് ആണോ, ബേബീസ് ഉണ്ട്, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് തന്നെ എല്ലാവരും മാറി ചോദിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. ആരുടെയും ക്വസ്റ്റ്യൻ ഞങ്ങൾ ആൻസർ സോറി. നെക്സ്റ്റ് ടൈം നിങ്ങൾ രണ്ടാമത് Q&A ഉണ്ട്, അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുക. അതിനി ഉടനെ ഉണ്ടാവില്ല, ഒരു മന്ത് കഴിഞ്ഞിട്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത വീഡിയോ നമ്മുടെ ഡൈമണ്ട് ലൈഫ് ആയിരിക്കും എടുത്തത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ട? ബെല്ലൈക്കൺ ഒന്നും പറയാം അങ്ങനത്തെ. ഓക്കെ ഗൈസ്, പിന്നെ ഈ വീഡിയോ വിസ്മയ എന്ന് പറഞ്ഞ കുട്ടി കാണുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടിയോട് ഒരു വിരോധ കാര്യങ്ങളും ഇല്ല. നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചറിയിട്ടാണ്. അല്ല, നമ്മൾ പറയണല്ലോ, മോശം പറയണം. അതുകൊണ്ട് എല്ലാ വീഡിയോക്കും ഉണ്ട് കമന്റ്. ആ കുട്ടിയുടെ മാത്രമായിരിക്കും കമന്റ് നെഗറ്റീവ് നല്ല കുട്ടി വായിത്തൊക്കെ വിളിച്ചു പറയുക. എന്തെങ്കിലും ആവട്ടെ, നമ്മള് അപ്പം ഇനി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയും ചിലർക്ക് പല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങളുടെ മനസ്സിലെ പകുതി ക്വസ്റ്റ്യൻ നമുക്കറിയാം നിങ്ങൾ എന്താ ചോദിക്കാൻ വരുന്നതെന്ന്. ഞങ്ങൾ ഇപ്പം തൽക്കാലം പറയുന്നില്ല. അതിൻ്റെ ആൻസർ ഞങ്ങൾ പറയും, പക്ഷേ ഇപ്പം എന്തായാലും ഇല്ല. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.